നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടാട്ടോ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നത്. കാരണം നെറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ്. എന്താണേലും വൈകുന്നേരം മുതൽ കൃത്യസമയത്ത് തന്നെ വീഡിയോസ് ഒക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യാവേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നമ്മൾ കാണുന്ന ശ്രീദേവി വല്ലാത്തൊരു ഞെട്ടലോട് കൂടിയിട്ടാണ് ശ്രീകല പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കണേ. ഉദയഭാനു എന്നെ കൃഷ്ണമംഗലത്ത് കുടുങ്ങിയിരിക്കുവാന്ന്. അല്ലമ്മേ, അമ്മ ഇതെന്ത് പരിപാടി അമ്മ പറയണേ? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അച്ഛനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടല്ലെന്ന്. ഇപ്പൊ സമാധാനമല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തെങ്കിലും സംഭവിച്ചു പോയുണ്ടല്ലോ പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല. ഇത് കേട്ടപ്പം ശ്രീകൾ പറഞ്ഞു, മോളെ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ ഫോൺ വെക്ക്, അച്ഛനൊന്നും സംഭവിക്കില്ല. അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നോളൂ, നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്റെ അമ്മേ, എനിക്ക് പോയി കിടന്നാൽ ഉറങ്ങാൻ പറ്റുമോ? അമ്മയ്ക്ക് എന്താ ഒട്ടും ബോധമില്ലേ? ദേ നീ ഫോൺ വെക്ക് എന്ന് പറഞ്ഞിട്ട് ശ്രീകല ഫോൺ കട്ട് ചെയ്തു. ശ്രീദേവിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. കാരണം ആനന്ദ് പോലും അറിയത്തില്ലാതെ പതുക്കെ പതിഞ്ഞ ശബ്ദത്തിലാണ് പുറത്തിറങ്ങി ഒന്ന് സംസാരിച്ചുകൊണ്ടിരിക്കണേ. ആ സമയത്ത് ഉദയഭാനുവിനെ പിടിച്ച് കെട്ടിയിട്ടിട്ട് ബാക്കി എല്ലാവരും ഉറങ്ങാൻ കയറി പോയിട്ടുണ്ടായിരുന്നു. ഉദയഭാനു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ തൂണയിൽ ഇങ്ങനെ നിൽക്കുന്നേ. ആ സമയത്താണ് ജോലി കഴിഞ്ഞ് ആര്യം വരുന്നത്. അയ്യോ, അത് ആര്യന്റെ വണ്ടിയാണല്ലോ, അവൻ തന്നെ എങ്ങാനും കാണുമോ? കൃത്യം വണ്ടി തിരിക്കുന്ന സമയത്ത് ഉദയഭാനുന്റെ മുഖത്തേക്ക് വെട്ടം വീഴുവാണ്. ഈ സമയത്ത് ഉദയഭാനു മനസ്സിലായി ആര്യം തന്നെ കണ്ടു കഴിഞ്ഞെന്ന്. അത് ഉദയഭാനു സാറും അല്ലേ ആ നിൽക്കുന്നേ? പെട്ടെന്ന് തന്നെ ആര്യൻ എന്ത് ചെയ്യണം, അവിടെ നിന്ന് നേരെ ഉദയഭാന്റെ അടുത്തേക്ക് ഓടി വരുവാണ്. എന്താ സാർ, ഇതെന്താ പറ്റി? ഇതെന്താ സാറിന് എന്തിനാ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ലോ. എന്നെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുക കണ്ടോ, കൃഷ്ണമംഗലംകാരെ കാണിച്ച പരിപാടിയാ. പെട്ടെന്ന് തന്നെ ആര്യൻ എന്ത് ചെയ്യാണ്, ഉദയഭാനെ അഴിച്ചു വിടാൻ തുടങ്ങുവാണ്. ഈ ഒച്ചപ്പാടും വേളവും കേട്ട് അലോക അത്തുനിന്ന് ഇറങ്ങി വന്നു. എടാ, അയാളെ അഴിച്ചു വിട്ടാണ്ടല്ലോ, നീ എന്ത് പരിപാടിയാടാ അലോക കാണിച്ചിരിക്കുന്നേ? എന്തിനാ സാറിനെ കെട്ടിയിട്ടിരിക്കുന്ന? മര്യാദയ്ക്ക് അഴിച്ചു വിടറാ. അങ്ങനെ അഴിച്ചുവിടാൻ പോകുന്നില്ല. അയാളെ അഴിച്ചുവിടാനല്ല പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നേ. ദേ അലോകെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് അഴിച്ചുവിടുന്ന നിനക്കൊക്കെ നല്ലത്. പിന്നെ അഴിച്ചുവിടാന് അയാളെ വെറുതെ പിടിച്ച് കെട്ടിയിട്ടല്ല, അയാൾ ഈ കൃഷ്ണമംഗലത്തേക്ക് വന്നോണ്ട് മതിൽ ചാടി വന്നോണ്ട് കെട്ടിയിട്ടാ. ദേ വെറുതെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ, അനാവശ്യമല്ല ഉള്ള കാര്യമാണ് പറഞ്ഞത്. ആ സമയത്ത് ശ്രീദേവിക്കാണെങ്കിൽ ടെൻഷനായിട്ട് ശ്രീദേവി വീണ്ടും ശ്രീകലയെ വിളിച്ചു. അച്ഛൻ വന്നോ അമ്മേന്ന് ചോദിക്കുക. വന്നില്ല മോളെ. ദൈവമേ, അച്ഛനിനി എന്തെങ്കിലും സംഭവിക്കുമോ? അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃഷ്ണമംഗലത്ത് ഒച്ചപ്പാടും വെള്ളം കേട്ടെ. പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു, അച്ഛനെ പിടികൂടുമെന്ന് തോന്നേ. എന്റെ ദൈവമേ, അച്ഛന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി തോന്നേ. അല്ല മോളെ, അത് പിന്നെ ഒച്ചപ്പാട് കേൾക്കുന്നുണ്ടോ? അമ്മയൊന്ന് വെച്ച് എന്നും പറഞ്ഞുകൊണ്ട് ശ്രീദേവി ഫോൺ കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് വാതിലിന്റെ അടുത്തേക്ക് വരുവാണ്. നോക്കിയപ്പോ ധർമ്മനും ആ ബാലനും അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. സ്പീഡ് വന്ന സമയത്ത് ധർമ്മനിട്ടൊരു ചവിട്ടും കൂടെ കൊടുക്കുന്നുണ്ട് ശ്രീദേവി അറിയാതെ ചെയ്താണ്. പെട്ടെന്ന് ധർമ്മം പറഞ്ഞു, ചാക്കൊക്കെ എന്റെ ദേഹത്തേക്കാണോ എടുത്തിടുന്ന രാമേട്ട? ഇതേ എനിക്ക് നോവുന്നുണ്ട് കേട്ടോ എന്ന് ഉറക്കപ്പിച്ചോടെ പറയണം. ആ സമയത്ത് ശ്രീദേവി ഒന്നും മൈൻഡ് ചെയ്തില്ല. ശ്രീദേവി നേരെ കഥകം തുറന്ന് മുറ്റത്തേക്കറിയാൻ നോക്കുമ്പോൾ കൃഷ്ണമംഗലത്തെ മുറ്റത്ത് അച്ഛനെ കെട്ടിയിട്ടിരിക്കുന്നു. അരികില് ആ കുരുക്കഴിക്കാണ്ട് ആര് ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, കൃഷ്ണമംഗലത്തേക്ക് പാഞ്ഞു വന്നു. അച്ഛാന്ന് പറഞ്ഞോണ്ട് ഉദയഭാനുവിനെ കെട്ടിപ്പിടിക്കുകയാണ്. ഈ സമയത്ത് ഉദയഭാനു പറഞ്ഞു, മോളെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ആ സമയത്ത് അലോക പറഞ്ഞു, തെറ്റ് ചെയ്തിട്ടില്ല പോലും, മോഷ്ടിക്കാൻ കയറി അയാളെയൊക്കെ പിന്നെ എന്താ ചെയ്യണ്ടേ? അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു, എന്റെ അച്ഛൻ മോഷ്ടാവൊന്നുമല്ല, ദേ മര്യാദയ്ക്ക് എന്റെ അച്ഛനെ അഴിച്ചു വിട്ടോണം. അഴിച്ചു വിടാനാ? അങ്ങനെ അഴിച്ചു വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. ആ സമയത്ത് ആര്യം പറഞ്ഞു, ദേ അലോകെ, വെറുതെ നീ അഭ്യാസം കാണിക്കരുത്. ശ്രീദേവിയുടെ അച്ഛനത് മര്യാദയ്ക്ക് അഴിച്ചു വിട്ടണം. എടാ, ഇയാൾ എന്തിനാ ഇങ്ങോട്ട് കയറിയെന്ന് പറയട്ടെ, എന്നിട്ട് ഇയാളെ അഴിച്ചു വിടണോ വേണ്ടെന്ന് തീരുമാനിക്കാം. പിന്നീട് ശ്രീദേവി ഒട്ടും മടിച്ചില്ല. ശ്രീദേവിക്ക് തോന്നി ഇനി ഇവിടെ നിന്ന് ശരിയാത്തിരുന്നു. ശ്രീദേവി പെട്ടെന്ന് വീട്ടിലേക്ക് ദേവമംഗലത്തേക്ക് ഓടി കയറി വരുവാണ്. ബാലനെ ധർമ്മനെ കുലിക്ക് വിളിക്കുകയാണ്. ധർമ്മമ്മ എഴുന്നേക്ക്, ബാലച്ച പെട്ടെന്ന് എഴുന്നേക്ക്. ഓടിപ്പോയി ലൈറ്റ് വിട്ടു. എന്താ മോളെ, എന്താ കാര്യം? അത് പിന്നെ ഒരു പ്രശ്നമുണ്ട്. ആ സമയം തന്നെ ആകാശിന്റെ മീനാക്ഷിയുടെ കഥകയിൽ പോയി മുട്ടി. ആനന്ദിനെ എല്ലാവരെയും വിളിച്ചുകൊണ്ടെത്തി. എല്ലാവരും കൂടെ ഹാളിലേക്ക് വന്നു. എന്താ കാര്യം? അത് പിന്നെ അവിടെ കൃഷ്ണമംഗലത്ത് എന്താ എന്റെ അച്ഛനെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുവെന്നോ? കേട്ട പാതി കേൾക്കാത്ത പാതി ആനന്ദും ആകാശിക്കും കൂടെ അങ്ങോട്ട് ഓടുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ ഉദയഭാനു ഇവിടെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നു. ഈ സമയത്ത് ആകാശ് വെച്ച്, ഇത് എന്തു പരിപാടിയാ കാണിക്കണേ? ആനന്ദ് പറഞ്ഞു, ഇതെന്റെ അമ്മായിച്ചനാ, മര്യാദയ്ക്ക് അഴിച്ചു വിട്ടോ, നിങ്ങൾ എന്തിനാ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നേ? അപ്പോഴേക്കും ആനന്ദനും അച്യുതനൊക്കെ എഴുന്നേറ്റ് വന്നു. പുറകെ ബാക്കിയുള്ളവരും കൂടെ വരുവാണ്. ഇന്ദിരാമ എല്ലാവരും കൂടെ വന്നു. ആ സമയം ആനന്ദം പറഞ്ഞു, ഇയാളെ പിടിച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇയാളുടെ കയ്യിലിരിപ്പോണ്ട. ആ സമയം ബാലനും ഗോമതി മീനാക്ഷി മിത്ര എല്ലാം കൂടെ ഓടി വരുവാണ്. ബാലൻ ചോദിച്ചു, ഇതെന്ത് പരിപാടി ഇത്? ഉദയഭാനു സാറേ, ഇതെന്തിനാ ഉദയഭാനു സാറിനെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നേ? എനിക്കറിയില്ല ബാല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല.
അച്യുതൻ പറഞ്ഞു ഒരു തെറ്റും ചെയ്തിട്ടില്ല, പുണ്യാളല്ലേ. പാതിരാത്രി വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയാലേ ഇതല്ല ഇതിലപ്പുറം സംഭവിക്കും. ഉദയഭാനു പറഞ്ഞു ഞാൻ മോഷ്ടിക്കാൻ കയറിയിട്ടില്ല, ഞാൻ മോഷ്ടിച്ചിട്ടില്ല. പിന്നെ എന്തിനാടോ താൻ പാതിരാത്രി സമയത്ത് മതിലാടി ഇങ്ങോട്ടേക്ക് വന്നേ? ബാലൻ പറഞ്ഞു ഇതേ അനാവശ്യം പറയരുത്, ഉദയഭാനു സാറിന് മോഷ്ടിക്കേണ്ട കാര്യമില്ല. ശ്രീദേവി പറഞ്ഞു എന്റെ അച്ഛൻ മോഷ്ടാവല്ല, എന്റെ അച്ഛന് മോഷ്ടിക്കേണ്ട കാര്യമില്ല, എന്റെ അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ആ സമയം അലോക് പറഞ്ഞു വീടിന്റെ പിന്നാമ്പുറത്ത് പോയി പമ്മി ഇരിക്കുമായിരുന്നു, അയാളെ ഞങ്ങളുടെ കൈയോടെ പൊക്കി അങ്ങോട്ട് പെരുമാറി. ആ സമയം ബാലൻ ചോദിച്ചു നിങ്ങള് ഉദയഭാനു സാറിന് തല്ലിയോന്ന് ചോദിക്കാം. അച്യുതൻ പറഞ്ഞു തല്ലുമല്ല, വേണ്ടി വന്നാൽ കൊല്ലുകയും ചെയ്യും, ഇയാളുടെ കയ്യിരിപ്പ് ഇങ്ങനെയല്ലേ. അത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു ഇത് അനാവശ്യം കാണിച്ചാണ്ടല്ലോ, എന്നോടുള്ള ദേഷ്യം ഉദയഭാനു സാറിന്റെ കാണിക്കണ്ട, നിങ്ങൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടെന്ന് അറിയാം. ഈ സമയം മിത്ര പറഞ്ഞു എന്തൊക്കെയാ അച്ഛാ കാണുന്നേ, അഴിച്ചു വിടാൻ പറയണ, ദേ ആരും വക്കാലത്തായിട്ട് വരണ്ട. ഇന്ദിരാമ്മ പറഞ്ഞു അച്യുതാനിതാ നിങ്ങള് ഉദയഭാനു ഇങ്ങോട്ട് അഴിച്ചുവിട്, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കേണ്ട. എന്തിനാ രണ്ട് കുടുംബക്കാരും തമ്മിൽ പ്രശ്നം ഉണ്ടാക്കുന്നേ, നാളെ നാട്ടുകാർക്ക് പറഞ്ഞ് ചിരിക്കാനാണോ? അമ്മ ഈ കാര്യത്തിൽ ഇടപെടണ്ട, അടങ്ങിയിരുന്നോളാൻ പറയണ. നന്ദിത പറഞ്ഞു അനന്തേട്ടാ അഴിച്ചുവിട്, എന്തിനാ വെറുതെ പിടിച്ചു കെട്ടിട്ടിരിക്കുന്നേ. നന്ദിതേ ഒരു കാര്യം ചെയ്യാം, അമ്മേനെ വിളിച്ചോണ്ട് മര്യാദയ്ക്ക് കയറിപ്പോക്കോ. പറഞ്ഞു കേട്ടല്ലോ, ഇവിടെ ആരുടെ ഒത്താശയൊന്നും വേണ്ട. ഇയാൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. ആ സമയം ആര്യം പറഞ്ഞു ദേ മര്യാദയ്ക്ക് അഴിച്ചു വിടുന്ന നല്ലത്, അല്ലെങ്കിൽ ഞാൻ അഴിച്ചു വിടുന്ന് പറയാം. അങ്ങനെ അത്രയും ചുണയുള്ളവനാണെന്ന് അഴിച്ചു വിട്ടേ കാണട്ടെ. ഇനി എന്തായാലും ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടുള്ളൂ, പോലീസ് വട്ടെ, പോലീസിനെ വിളിച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പോഴേക്കും ഉദയഭാനു ഞെട്ടി. ഉദയഭാനു പറഞ്ഞു അയ്യോ പോലീസിനൊന്നും വിളിക്കരുത്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ശ്രീദേവി ഉദയഭാനുവിനെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. അപ്പോഴേക്കും ഗോമതി ആശ്വസിപ്പിച്ചു മോളെ നീ കരയണ്ട, നിന്റെ അച്ഛനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങൾക്കറിയാം. ഗോമതി പറഞ്ഞു ദേ ഏട്ടന്മാരന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ രണ്ടും ചെയ്യുന്നുണ്ടല്ലോ നെറുകേടാണ്. എന്റെ ശ്രീദേവി മോളുടെ അച്ഛനാണ്, ഒരിക്കലും അവർക്ക് മോഷ്ടിക്കേണ്ട കാര്യമില്ല, അവർക്ക് ഇഷ്ടം പോലെ ആസ്തിയുള്ളതാണ്. പിന്നെ ഇവിടെ വന്നിട്ട് ഈ പിച്ചച്ചട്ടിക്കകത്ത് കൈയിട്ട് വരേണ്ട കാര്യമില്ല. ആര്യം പറഞ്ഞു അത് ശരിയാ, ഇവിടെ ഏതാണ്ട് മോഷ്ടിച്ചുകൊണ്ട് പോകാനായിട്ട് കിലോ കണക്കിന് സ്വർണ്ണം എടുത്ത് വെച്ചിരിക്കല്ലേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ആനന്ദം പറഞ്ഞു കിലോ ആളിലും കൊള്ളാം, ഗ്രാം ആളിലും കൊള്ളാം, ഞാൻ എന്താണെങ്കിലും ഇയാളെ അഴിച്ചുവിടാൻ ഒരുങ്ങുന്നില്ല. ഇനിയിപ്പോ പോലീസ് വന്നിട്ടൊരു തീരുമാനം എടുത്താൽ മതി. ഉദയഭാനു പോലീസ് എന്ന് കേൾക്കുമ്പോൾ ഞെട്ടില്ല, കാരണം ഉദയഭാനു ഒന്നാം തന്നെ ഒരു കള്ളനാന്നുള്ള കാര്യം പോലീസുകാർക്കൊക്കെ അറിയാം. എങ്ങാനും വന്ന് പിടിക്കപ്പെട്ട ഇന്നത്തോട് കൂടിയിട്ട് തന്നെ മോളുടെ തന്റെയൊക്കെ ജീവിതം തീരും. എന്താ ചെയ്യേണ്ടതെന്ന് ഉദയഭാനു ഇങ്ങനെ ഒരു നിമിഷം ഇങ്ങനെ ആലോചിക്കുകയാണ്. ആ സമയത്ത് അനന്തം പറഞ്ഞു ഇനി എന്താണ് നേരം വിളിക്കട്ടെ, പോലീസ് വരട്ടെ, എന്നിട്ട് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. ആ സമയം ശ്രീദേവി ഉദയഭാനുവെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. പിന്നീട് ശ്രീദേവി ആനന്ദിന്റെ അടുത്തിട്ട് ആനന്ദേട്ട ആ ഫോൺ ഇങ്ങോട്ട് തന്നെ, എന്തിനാ ഇങ്ങ് തരാൻ പറയണം. അങ്ങനെ ഫോണും വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അവിടെ നിന്ന് ഫോൺ ചെയ്യുന്നുണ്ട്, ആരെയോ ഫോൺ ചെയ്യുവാണ്. ഫോൺ ചെയ്തിട്ട് ശ്രീദേവി കരയുക. പിന്നീട് ശ്രീദേവി അത് ആനന്ദിന് ഫോൺ കൊടുത്തിട്ട് പറഞ്ഞു ആനന്ദേട്ട എൻ്റെ അച്ഛനെ എങ്ങനെയും രക്ഷിക്കണം, എൻ്റെ അച്ഛൻ കള്ളനല്ല, നീ ധൈര്യമായിട്ടിരിക്കും ശ്രീദേവി എന്ന് പറയാം. പിന്നീട് പിറ്റേ ദിവസം നേരം വെളുക്കുന്ന കാണിക്കുന്നത്. അപ്പോഴേക്കും ഉദയഭാന്റെ കെട്ടൊക്കെ അഴിച്ചിട്ടുണ്ടായിരുന്നു. ഉദയഭാനെ അവിടെ ഇരുത്തിയിരിക്കുവാണ്. പക്ഷെ പോകാനായിട്ട് അനന്തനും അച്യുതനും അവരെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ആര്യം പറഞ്ഞു അതെ ഇനി ഇപ്പം നമുക്കിവിടെ നിൽക്കേണ്ട കാര്യമില്ല, നേരം വെളുത്തില്ലേ, നമുക്ക് പോവാം, ഉദയഭാൻ സാറിനെ കൂടെ വിളിച്ചോളാൻ പറയാം. അപ്പോഴേക്കും ആനന്ദം പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വരട്ടെ, ഇത്ര വലുത് കാണിച്ചിട്ടേ ഇവിടെ മോഷ്ടിക്കാൻ കയറിയതാണെങ്കിൽ അതിന്റെ കാര്യകാരണ സാധ്യത അറിഞ്ഞിട്ടാ ഞങ്ങൾ വിടുന്നുള്ളൂ, പോലീസിൽ ഏൽപ്പിക്കാൻ പോവാ. അപ്പോഴേക്കും ഉദയഭാന് കിടന്ന് കളഞ്ഞു അയ്യോ പോലീസിൽ ഏൽപ്പിക്കരുതേ, തനിക്കെന്താടാ പോലീസ് എന്ന് കേൾക്കുമ്പോൾ എത്ര പേടി. അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു എനിക്കും പോലീസ് എന്ന് കേൾക്കും ഭയങ്കര പേടിയാ, നിങ്ങളെ പോലീസിനെ ഒന്നും വിളിക്കരുത്. വേണ്ട അങ്ങോട്ട് കൊണ്ടുവന്നേ പോലീസ് ഇങ്ങോട്ടേക്ക് വരട്ടെ, ഒരു കാര്യം ചെയ്യാം, പോലീസ് വന്ന് ഈ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് അങ്ങോട്ട് ഇയാളെ വിട്ടാൽ മതി, പോലീസുകാർ ചോദിക്കട്ടെ, നമ്മൾ പറയുമ്പോഴല്ലേ ചോദിക്കാൻ ബുദ്ധിമുട്ട്. ആ സമയം ബാലൻ ചോദിച്ചു അല്ല ഉദയഭാനു സാർ എന്തിനാ രാത്രിയിൽ ഇങ്ങോട്ടേക്ക് വന്നേ? ഞാൻ പറഞ്ഞല്ലോ വഴി തെറ്റി വന്നതാ, എൻ്റെ മോളെ കാണാൻ വേണ്ടി വന്നാ. പാതിരാത്രിയാണ്ടോ മോളെ കാണാൻ വേണ്ടി വരുന്നേ, തനിക്ക് പകൽ സമയത്ത് വന്നുകൂടെ? അപ്പോഴേക്കും ഗോമതി പറഞ്ഞു പാതിരാത്രിയാണെങ്കിലും പകലാണെങ്കിലും മോളെ കാണാൻ വന്നതല്ലേ, വഴി തെറ്റി വന്നാന്ന് പറഞ്ഞല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാന്ന് അറിയത്തില്ലല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ ആരെയും പറഞ്ഞു വിടാൻ പോകുന്നില്ല. അപ്പൊ ബാലൻ വിചാരിച്ചുകൊണ്ടിരുന്ന ബാലനോടുള്ള ദേഷ്യത്തിൽ കാണിക്കുന്നതാണ്. ബാലൻ പറഞ്ഞു എന്നോട് എന്ത് ദേഷ്യം വെള്ളം കാണിച്ചോ, പക്ഷെ ഉദയഭാനു സാറിനെ പോലെ നല്ല മാന്യനായ ഒരു ആളെ ഇങ്ങനെ പിടിച്ചു കെട്ടിരുന്ന മോശമായിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് ഇറക്കി വിടണമെന്ന് പറയാം. ഇറക്കി വിടത്തില്ലെന്ന് അവർ വാശി പിടിക്കുക. ആര്യം പറഞ്ഞു അങ്ങനെയൊന്ന് കാണണമല്ലോ, അന്ന് എന്ത് ഉദയഭാനു സാറിനെ കൊണ്ട് പോയിട്ടേ ഉള്ളൂ, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തു, തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞു എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ അലോകർജ് നമുക്ക് കാണാം എന്ന് പറഞ്ഞ് പരസ്പരം വെല്ലുവിളികൾ നടത്തുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്. നന്ദി.